ദിനേഷ് കാർത്തിക് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ IPL സീസണാണ് കളിക്കുന്നത്. വർഷത്തിൽ ഏതാണ്ട് മുക്കാൽ സമയവും കമൻറ്റേറ്ററാണ്. ഇപ്പോൾ ഒരു പാർട്ട് ടൈം കളിക്കാരൻ മാത്രമാണ്. എല്ലാ സമയവും ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന സമയം ഇമ്മൻസ് പ്രഷറുള്ള സമയമാണ്, എക്സ്പെക്റ്റേഷനുള്ള സമയമാണ്. എങ്കിലും അവസാനം അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കറന്റ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരെക്കാൾ ഉജ്ജ്വല രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുകയാണ്. ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുകയാണ്. Perform almost every time with high strike rate among current Indian wicketkeepers. Minimized a 100+ defeat to 27+ defeat. Hit longest six of the tournament and already a contender of T20 World Cup. 100 റൺസിന് മുകളിൽ തോൽക്കുമെന്ന ഘട്ടത്തിൽ ടീമിൻ്റെ തോൽവിയുടെ ഭാരം ഏതാണ്ട് 27+ റൺസിൽ ഒതുക്കി അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ്. അദ്ദേഹം ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ ഏറ്റവും ലോങ്ങസ്റ്റ് സിക്സ് അദ്ദേഹം അടിച്ചിരിക്കുന്നു. ഇപ്പോൾ T20 വേൾഡ് കപ്പിനുള്ള ടീമിലേക്കുള്ള മത്സരത്തിലാണ്. 38 years old ദിനേഷ് കാർത്തിക് ഈസ് സ്റ്റിൽ നോട്ട് ഡൺ യെറ്റ്. 38കാരനായ ദിനേഷ് കാർത്തിക് ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈക്കെതിരായ മത്സരത്തിൽ രോഹിത് ശർമ്മ തമാശക്കായി അദ്ദേഹത്തിന് അടുത്തെത്തിക്കൊണ്ട് സ്ലഡ്ജ് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ 2019 ഏകദിന ലോകകപ്പിൽ ഇടം കിട്ടിയതുപോലെ 2021 T20 ലോകകപ്പിൽ ഇടം കിട്ടിയതുപോലെ കാർത്തിക് ഈ T20 ലോകകപ്പിലും തൻ്റെ സ്ഥാനം നേടാൻ വേണ്ടി കോപ്പുകൊട്ടുകയാണ്. നോട്ട് നിക്കോളസ് പൂരൻ ഓർ ഹെൻറി ക്ലാസൻ ഓർ ടിം ഡേവിഡ് ഓർ ആന്ദ്രെ റസൽ. ഇറ്റ്സ് ദിനേഷ് കാർത്തിക് who has the highest strike rate in 16 to 20 overs till now with 252.86 strike rate. കാർത്തിക്കിൻ്റെ വെടിക്കെട്ടിലും ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 17ാം സീസണിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ തോൽവി തുടരുകയാണ് എന്നത് മറ്റൊരു കാര്യം. സ്വന്തം തട്ടകത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 25 റൺസിനാണ് RCB തോറ്റത്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 3 വിക്കറ്റിന് 287 എന്ന IPLലെ റെക്കോർഡ് ടീം സ്കോറാണ് അടിച്ചെടുത്തത്. മറുപടിക്കിറങ്ങിയ RCB പൊരുതിയെങ്കിലും 7 വിക്കറ്റിന് 262 റൺസ് മാത്രമാണ് അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. അവസാന സമയം വരെ ഹൈദരാബാദ് വിറച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു ദിനേഷ് കാർത്തിക് ക്രീസിലുള്ളപ്പോൾ. കാർത്തിക്കിൻ്റെ ബാറ്റിംഗ് പ്രകടനം. ആറാമനായി ക്രീസിലെത്തിയ ദിനേഷ് കാർത്തിക് 35 പന്തിൽ 83 റൺസാണ് അടിച്ചെടുത്തത്. 39കാരനായ കാർത്തിക് 5 ഫോറും 7 സിക്സറുമാണ് പറത്തിയത്. 237.14 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കസറിയത്. ടി നടരാജൻ കാർത്തിക്കിനെ വീഴ്ത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ IPLലെ ഏറ്റവും മികച്ച റൺ ചേസ് ഒരുപക്ഷെ നമുക്ക് കാണാനാകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഫിനിഷർ റോളിൽ കാർത്തിക് കസറവെ ഇപ്പോൾ ഇന്ത്യൻ ആരാധകരും വലിയ ആവേശത്തിലാണ്. ഇന്ത്യയുടെ T20 ലോകകപ്പിൽ സഞ്ജു സാംസണെയോ അല്ലെങ്കിൽ ഋഷഭ് പന്തിനെയോ അല്ല, ആദ്യം കാർത്തിക്കിനെ പരിഗണിക്കണമെന്നാണ് ആരാധകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ ശേഷിയുള്ള താരമാണ് ദിനേഷ് കാർത്തിക്. ഒറ്റയ്ക്ക് മത്സരത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. നിതാസ് ട്രോഫിയൊക്കെ ഉദാഹരണമാണ്. ഇന്ത്യൻ ടീമിന് ആവശ്യം ഫിനിഷർ റോളിൽ കളിക്കാൻ സാധിക്കുന്ന ഒരു താരത്തെയാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അനുയോജ്യൻ കാർത്തിക്കാണ് എന്നാണ് ആരാധകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സീനിയർ താരമായ വെറ്ററൻ താരമായ കാർത്തിക് ഇനിയൊരു ലോകകപ്പ് കൂടി അർഹിക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കാണുമ്പോൾ നമുക്കും തോന്നുന്ന കാര്യം. 42കാരനായ ധോണിയുടെ സിക്സറുകൾ ആഘോഷിക്കപ്പെടുമ്പോൾ 39കാരനായ കാർത്തിക്കിൻ്റെ പ്രകടനവും അത്ര തന്നെ ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്നതാണ് സത്യം. എന്നാൽ കാർത്തിക് ഇന്ത്യൻ ടീമിലെ എപ്പോഴത്തെയും IPLലെയും ഒരു അണ്ടർ റേറ്റഡ് ഹീറോ ആണെന്നാണ് ആരാധകർ പറയുന്നത്. ഈ സീസണിൽ ഫിനിഷർ റോളിൽ തകർപ്പൻ റോളിലാണ് ഏതാണ്ട് 2 വർഷം മുമ്പ് കളിച്ചതുപോലെ കാർത്തിക് പ്രകടനം കാഴ്ചവെക്കുന്നത്. ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം എടുത്തു നോക്കുമ്പോൾ 26 പന്തിൽ 38 നോട്ട് ഔട്ട്, 10 പന്തിൽ 28 നോട്ട് ഔട്ട്, 8 പന്തിൽ 20, 8 പന്തിൽ 4, 23 പന്തിൽ 53 നോട്ട് ഔട്ട്, 35 പന്തിൽ 83 എന്നിങ്ങനെയാണ് ഈ സീസണിലെ കാർത്തിക്കിൻ്റെ പ്രകടനം. 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. സ്പിന്നർമാരെ വളരെ നന്നായി കളിക്കുന്ന താരമാണ് ദിനേഷ് കാർത്തിക്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്തവണ ലോകകപ്പ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമാണ് നടക്കുന്നത്. ഇവിടുത്തെ പിച്ച് സ്ലോ ആണ് എന്നതാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ദിനേഷ് കാർത്തിക് കളിക്കുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്തേക്കും എന്നാണ് ആരാധകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനുള്ള സാധ്യതകൾ വിരളമാണെങ്കിലും എന്തായാലും കാർത്തിക്കിൻ്റെ പ്രകടനം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് എന്ന് നിസ്സംശയം പറയാം. IPL കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് കളിച്ചുകൊണ്ട് RCB ആരാധകർക്ക് ഒരു വേള പ്രതീക്ഷ തിരിച്ചു നൽകിയ DKയെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഔട്ടായി പുറത്തേക്ക് പോകുമ്പോൾ സ്റ്റാൻഡിംഗ് ഒവേഷനോടെയാണ് ടീമിൻ്റെ സ്വന്തം ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമിയിലെ ആരാധകർ അദ്ദേഹത്തെ യാത്രയാക്കിയത്. ആ ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന ആ ഒരു സുന്ദര കാഴ്ച നമുക്കറിയാം. മഹേന്ദ്ര സിംഗ് ധോണിക്ക് മുമ്പേ വന്ന് ധോണിക്കൊപ്പം ഈ IPL അദ്ദേഹം കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കളി രീതിയും ഷോട്ടുകളും എല്ലാം അദ്ദേഹം പുതിയ രീതിയിൽ ഇന്നോവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും സത്യം. ഒരു 360 ഡിഗ്രി പ്ലെയറാണ് താനും എന്ന് അടിവരയിടുന്ന ഇന്നിങ്സാണ് കഴിഞ്ഞ ദിനം നമ്മൾ കണ്ടത്. നേരത്തെ തന്നെ അദ്ദേഹം അന്താരാഷ്ട്ര കരിയർ അദ്ദേഹം അവസാനിപ്പിച്ചതാണ്. ഒന്നും തെളിയിക്കാൻ ഇനി ഒന്നും അദ്ദേഹത്തിന് ബാക്കിയില്ല. എങ്കിലും തൻ്റെ റോൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഈ സീസണിൽ. അയാൾ തീർന്നെന്ന് കരുതിയവർക്കിടയിൽ നിന്നും വീണ്ടും ചാരത്തിൽ നിന്നും ഉയർന്നു വന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ദിനേഷ് കാർത്തിക് ക്രിക്കറ്റിലെ ഫിനിക്സ് ബേർഡ് എന്ന് തന്നെ വിളിക്കാം.
ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബാറ്റ് എടുത്തവരെല്ലാം വെടിക്കെട്ട് പുറത്തെടുത്തപ്പോൾ 20 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 287 റൺസ് നേടുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് കഴിഞ്ഞ ദിനം RCBക്കെതിരെ. ഓപ്പണർ ട്രാവിസ് ഹെഡ് IPL ചരിത്രത്തിലെ വേഗമേറിയ 4ാമത്തെ സെഞ്ചുറിയുമായി 41 പന്തിൽ 102 സ്കോറിംഗ് മുന്നിൽ നിന്ന് നയിച്ചു സൺറൈസേഴ്സിന്. സഹ ഓപ്പണർ അഭിഷേക് ശർമ്മ 22 പന്തിൽ 34 വൺ ഡൗണായി ഇറങ്ങിയ ഹെൻറി ക്ലാസൻ 31 പന്തിൽ 67 റൺസുമായി തിളങ്ങി. അവസാന ഓവറുകൾ പൂരപ്പറമ്പാക്കിയ അബ്ദുൾ സമദ് 10 പന്തിൽ 37, മാർക്രം 17 പന്തിൽ 32 നോട്ട് ഔട്ട് ഇതോടെയാണ് അവരുടെ ബാറ്റിംഗ് കൂടി ആയതോടെയാണ് 287 എന്ന ഉയർന്ന സ്കോറിലേക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് എത്തിയത്. മറുപടി ബാറ്റിംഗിൽ ഗംഭീര തുടക്കം RCBക്ക് നൽകിക്കൊണ്ട് വിരാട് കോഹ്ലിയും ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലസിയും പ്രതീക്ഷ നൽകുകയുണ്ടായി. കോഹ്ലി 20 പന്തിൽ 42-ഉം ഡുപ്ലസി 28 പന്തിൽ 62 റൺസുമായി പുറത്തായ ശേഷം 3 വിക്കറ്റുകൾ തുടരെ വീണത് ബംഗളൂരുവിനെ കനത്ത തോൽവിയുടെ വക്കിലെത്തിച്ചു. വിൽ ജാക്സ് 4 പന്തിൽ 7 റൺസുമായി നിർഭാഗ്യവശാൽ റണ്ണൌട്ടായപ്പോൾ രജത് പട്ടിദാർ 5 പന്തിൽ 9, സൗരവ് ചഹാൻ 1 പന്തിൽ 0 എന്നിവരും നിറമങ്ങുകയുണ്ടായി. ഇതിനുശേഷമായിരുന്നു ചിന്നസ്വാമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് DKയുടെ വൺ മാൻ ഷോ. ആറാമനായി ക്രീസിലെത്തിയ ദിനേഷ് കാർത്തിക് 35 പന്തിൽ 5 ഫോറും 7 സിക്സറുകളും സഹിതം 83 റൺസ് എടുത്ത് 19ാം ഓവറിലെ 5ാം പന്ത് വരെ അവിശ്വസനീയമായി പോരാടുകയായിരുന്നു. മഹിപാൽ റോംലാർ 11 പന്തിൽ 19, റാവത്ത് 14 പന്തിൽ 25 നോട്ട് ഔട്ട്, വിജയ്കുമാർ വൈശാഖ് എന്നിവരാണ് മറ്റുള്ള താരങ്ങളുടെ സ്കോറുകൾ. അപ്പോൾ ദിനേഷ് കാർത്തികിൻ്റെ ഒറ്റയാൾ ഷോ ഈ തോൽവിക്കിടയിലും RCBയെ സന്തോഷിപ്പിക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. അദ്ദേഹം ഈ ലോകകപ്പിൽ ഉണ്ടാകണം എന്ന് ആരാധകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെസ്, ദിനേഷ് കാർത്തിക്, ദി അണ്ടർറേറ്റഡ് സ്റ്റാർ ഓഫ് IPL.